ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള ശർക്കര മാങ്ങയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, അതല്ലെങ്കിൽ ഇത് മാത്രമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു വിഭവമാണ്. വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള 4 പച്ചമാങ്ങയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് തൊലി കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കണം. മാങ്ങയുടെ അണ്ടിയൊന്നും കളയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ഉപയോഗിക്കാം. ഇനി അരിഞ്ഞു വെച്ച മാങ്ങയിൽ നിന്ന് ഒരു പിടി മാങ്ങ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഉലുവയിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും 2 പച്ചമുളക് കീറിയതും ഇട്ട് നല്ലപോലെ വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ കുറച്ച് ചേർത്താൽ മതി, കൂടുതലായാൽ അതിൻ്റെ രുചിയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്, അത് ഇടണം നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് വെള്ളവും ഒരല്പം ഉപ്പും ചേർത്ത് തിളപ്പിക്കണം. തിളച്ച് വരുമ്പോൾ മാങ്ങ കഷ്ണങ്ങളും അരച്ച് വെച്ച മാങ്ങയും ചേർക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പച്ചക്കടുക് ചെറുതായി ഒന്ന് ചതച്ചത് കൂടി ചേർക്കണം. കടുക് അരഞ്ഞു പോകരുത്, ആ തൊലി ഒന്ന് നീങ്ങുന്ന രീതിയിൽ പതുക്കെ ചതച്ചെടുക്കാനേ പാടുള്ളൂ. കൂടുതൽ അരഞ്ഞു പോയാൽ കയ്പ്പ് രുചി വരും, അതുകൊണ്ട് പതുക്കെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി നന്നായി ഇളക്കി ചേർത്ത് മീഡിയം തീയിൽ വെച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. മാങ്ങ കൂടുതൽ വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. മാങ്ങ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. ഒട്ടും പുളിയില്ലാത്ത മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര ചേർക്കേണ്ടി വരും. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ശർക്കര നന്നായി ഇളക്കി ചേർത്ത് അടച്ച് വെച്ച് 5 മിനിറ്റ് മീഡിയം തീയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടിയും 1 നുള്ളു ഏലക്കാപ്പൊടിയും വിതറിക്കൊടുത്ത് തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കുക. ഇപ്പോൾ നമ്മുടെ ശർക്കര മാങ്ങ റെഡിയായി. ഇത് ഉണ്ടാക്കി ഉടനെ കഴിക്കരുത്, 5-6 മണിക്കൂറിന് ശേഷമേ കഴിക്കാൻ പാടുള്ളൂ. പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ കൂടുതൽ രുചിയായിരിക്കും. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും നല്ല രുചിയാണ്. ഇത് ഞാൻ എടുക്കുന്നത് പിറ്റേ ദിവസമാണ്. ഇപ്പോൾ കറിയൊക്കെ ഒന്ന് കുറുകി മധുരം മാങ്ങയിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇടണം. ഇതുപോലുള്ള നല്ല വീഡിയോകളാണ് ഈ ചാനലിൽ നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.